ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. എന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഒന്ന് ആലോചിക്കാൻ തുടങ്ങി, ഇന്ന് എന്ത് കണ്ടൻറ്റ് ചെയ്യും. പറയത്തക്ക സ്കില്ലോ കഴിവോ ഒന്നുമില്ലാത്ത, അത് ശരിയാണല്ലോ, സ്കില്ലും കഴിവൊന്നുമല്ലേ, ഈ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഉമ്മാനോട് പോയി ചോദിക്കാമെന്ന്. നല്ല ഉറക്കം, ഒരേ ഒരു ഞായറാഴ്ച, അപ്പോൾ അതിൻ്റെ ഉറക്കം കളയണമെന്ന് ആലോചിച്ച് വീണ്ടും ഞാൻ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ വിചാരിച്ചു മേ ബി ഈ തല ഒന്ന് ഒരു ചായയൊക്കെ കുടിച്ചാൽ നമുക്ക് നല്ല ഉഷാറായിട്ടുള്ള ഒരു കണ്ടൻറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ചായ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ ഇടാൻ വേണ്ടി പാത്രമൊക്കെ വെച്ചു. അങ്ങനെ തിളയ്ക്കാനുള്ള കാത്തിരിപ്പിലേക്ക് ഞാൻ പോകുന്ന സമയത്താണ് ഞാനൊരു സാധനം കണ്ടത്. ആരോ കുടിച്ചിട്ട് വെച്ചേക്കുന്ന പെപ്സിൻ്റെ കുപ്പി. എനിക്കതറിയണം, ആരാണ് ഞാൻ അറിയാതെ ഈ പെപ്സി കുടിച്ചതെന്ന്. എൻ്റെ മാതാശ്രീയോ പിതാശ്രീയോ എൻ്റെ സഹോദരിയോ ആയിരിക്കും. ചോദിക്കാം, അന്വേഷിക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചിൻ്റെ ഹോർലിക്സ് അടിയിരിക്കണുണ്ടോ, പിന്നെ വെറുതെ നിൽക്കാമല്ലേ, കുറച്ച് ഹോർലിക്സ് ഒക്കെ കഴിക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചായ തിളച്ചു. കുറച്ച് എസ്തെറ്റിക് ആയിട്ട് തേയിലയും പഞ്ചസാരയും ഒക്കെ ഇടാമെന്ന് വിചാരിച്ച് എനിക്ക് ക്യാമറയിൽ പുക മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കഴിവില്ല, കുക്ക് ചെയ്യാനോ എസ്തെറ്റിക്കായിട്ട് വീഡിയോ എടുക്കാനോ കഴിവില്ല. അതും ഞാൻ അവിടെ ഉപേക്ഷിച്ചു. പിന്നെ പറ്റുന്ന രീതിയിൽ ചായയിൽ തേയിലയും പഞ്ചസാരയും ഒക്കെ ഇട്ട് ഞാൻ ചായ സെറ്റാക്കി. സോ ചായയൊക്കെ സെറ്റാക്കി വീണ്ടും ഞാൻ വന്നിരുന്നു കുടിച്ചുകൊണ്ട് ആലോചിക്കാൻ തുടങ്ങി എന്ത് കണ്ടൻറ്റ്. അപ്പോൾ ഇത് കുടിച്ചപ്പോൾ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. വൃത്തിയെ കേട്ട ചായ, അതിൽ തേയില നന്നായിട്ട് തിളച്ച് ഇറങ്ങി നല്ല കടുപ്പം കൂടിയ നല്ല കയ്പുള്ള ചായ. രാവിലെ തന്നെ ശുഭം. അപ്പോൾ ഇന്നത്തെ ദിവസം ശുഭം. അത് മനസ്സിലുറപ്പിച്ച് ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി എന്ത് കണ്ടൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി, ഇത് ചായയുടെയോ തലയുടെയോ ഒരു കുഴപ്പമില്ല. എനിക്ക് സ്കില്ലില്ല, എന്ത് ചെയ്യണം, എനിക്കൊരു പ്രത്യേക കഴിവ് ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് കണ്ടൻറ്റ് ഇല്ല. ആ വിഷമമായ കാര്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഉണ്ടക്കണ്ണിലെ വിഷമം നിങ്ങൾ തിരിച്ചറിയണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അപ്പം എന്നതൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.